ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ 5th വീട്ടിലോട്ടേക്ക് മൂവ് ചെയ്യാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് 4ാമത്തെ വീട്ടിലാണ്. അയർലാൻഡിലെത്തിയിട്ട് 4ാമത്തെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ 5ാമത്തെ വീട്ടിലോട്ടേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ കരുതി ഈ വീഡിയോയുടെ അകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്ക് വരുന്നവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അയർലൻഡിലെ മെയിൻ പ്രശ്നം അക്കോമഡേഷൻ ക്രൈസിസ് ആണ്. സോ വെൽക്കം ടു ഇറ്റ്സ് മീ അജു. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ റൂം. അത്യാവശ്യം സൗകര്യമുള്ളൊരു നല്ല റൂമാണ്. ഇത് പുറത്തോട്ടേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഗാർഡൻ ഉള്ളത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ താമസിക്കുന്ന സ്റ്റുഡൻറ്റ് ലിവിങ്ങിലാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ളതല്ല കേട്ടോ. പക്ഷേ സ്റ്റുഡൻസിന് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ് ഈ കാണുന്നതെല്ലാം. നല്ല രസമാണ് കേട്ടോ എല്ലാം കാണാനായിട്ട്. നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതെൻ്റെ ഷെൽഫാണ്, ഇഗ്നോർ ചെയ്തേക്കൂ. ഞാനാണെങ്കിൽ ശരിക്കും ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ല. കാരണം ഒന്നാമത്തത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തേഴ്സ്ഡേ തൊട്ട് സൺഡേ വരെ ഈവനിങ് ഷിഫ്റ്റാണ്. ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 5 to close ആണ്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്നത് വെയിറ്റേഴ്സ് ആയിട്ടാണ് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ എപ്പോഴെങ്കിലും പറയാം. ഒരു റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. ഓപ്പൺ ചെയ്യാനാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. കാരണം ഓൾറെഡി ക്ലോസ് ചെയ്തിട്ട് പോയിക്കുമ്പോൾ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ പുറത്തെ വ്യൂ. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ താഴോട്ടേക്ക് വന്നതാണ്. നല്ല വെതറുള്ള ദിവസമാണെന്ന്. അത് ഏകദേശം തീർന്നൊരു ദിവസമാണ്. പക്ഷെ ഇവിടെ മൊത്തം ഒരു 168 അത്ര എന്തോ വീടുകളുണ്ട്. ഈ മരം നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലെ അപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ്. ഈ കാണുന്ന വിൻഡോയാണ് നമ്മളുടെ ഹാളിലോട്ടേക്കുള്ള വ്യൂ. 3 നില വീടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പം നല്ല വിഷമമുണ്ട്. കാരണം എനിക്ക് ശരിക്കും ഒരു പ്രോപ്പർ ഹോം ഫീൽ കിട്ടിയത് ഈ വീട്ടിൽ വന്നപ്പോഴാണ്. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ വീട് തന്നെ, ഈ വീട്ടിലുള്ളവരും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. എന്നാലും ഒരു പ്രോപ്പർ ഹോം ഫീലാണ് ഇവിടെ. നല്ല സ്പേഷ്യസ് ആണ്. TV, ഹോള്, കിച്ചൺ, റൂമൊക്കെ നല്ല സ്പേഷ്യസാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞാൻ തിരിച്ച് റൂമിലെത്തി. ഞാൻ നൂഡിൽസും ചായയും കുടിച്ചു. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് എണീറ്റത് തന്നെ. അപ്പോൾ ബ്രഞ്ച് പോലെയാണ് കഴിച്ചത്. എൻ്റെ റൂംമേറ്റാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അൺപാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ സ്ഥലത്തൊന്ന് പാക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ടുന്നത്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ മറ്റേ അയർലൻഡിലെത്തിയപ്പോൾ മുതലുള്ള യൂണിവേഴ്സൽ ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതില്ലാണ്ട് ഞാൻ ഒരു നമ്മുടെ വിൻ്ററിൽ ഏകദേശം നവംബർ തൊട്ട് കഴിഞ്ഞ മാർച്ച് വരെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ ആക്രമണം കാണിക്കണ്ട, ചെയർക്കിട്ട് മേളിൽ നിന്ന് സാധനം എടുക്കുന്നത്. എൻ്റെ അമ്മയെ വീഡിയോ കണ്ട ടെൻഷനാവും. കാര്യമൊന്നുമില്ല, പക്ഷെ പെട്ടിക്ക് കുറച്ച് ഭാരമുണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ വെച്ച് പെട്ടി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയ റെഡ് റിബണാ. അപ്പം ഞാൻ പാക്ക് ചെയ്യാൻ പോവാ. പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഓക്കെ. അയ്യോ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തിട്ടോ. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉള്ളൂ. അങ്ങനെ എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഈ റൂം ഫുൾ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കുറേ ബിൻ ബാഗും പിന്നെ കുറേ പെട്ടിയൊക്കെ ഇട്ട്. ഞാൻ എൻ്റെ വേറെ റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്നും കൂടി പെട്ടി വാങ്ങി സാധനങ്ങൾ നിറയ്ക്കാനായിട്ട്. എനിക്ക് ഡ്രസ്സ് ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലാണ് ഇവിടെ. പക്ഷെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ വെതർ അനുസരിച്ച്. അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്തു. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പാക്ക് ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്തിട്ടു. പക്ഷെ നാളെ നമ്മൾ മൂവ് ചെയ്യുള്ളൂ. പിന്നെ ഇതൊന്ന് രാവിലെ എടുത്തിട്ടതുകൊണ്ട് കുഴപ്പമില്ല, നാളെ കൂടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ടൊരു ഫ്ലീസ് മാത്രമേ എടുത്തുള്ളൂ, തണുപ്പെങ്ങാനും വരുവാണെങ്കിൽ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട് ടൈമിന് പോകാൻ ബാഗും പാക്ക് ചെയ്തു. ഞാൻ പോവുക. പാർട്ട് ടൈമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ റൂം ക്ലീൻ ചെയ്യണം.
അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അവർ തന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഡ്വാൻസിൽ നിന്ന് കാശ് കട്ട് ചെയ്യും. ഹിയർ ഐ ആം. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക്. റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ് നടക്കണം. 5 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ക്ലോക്ക് ഇൻ ചെയ്യേണ്ടത്. ചെക്ക് ഇൻ ആയിപ്പോൾ എൻ്റെ വായിൽ. നല്ല തിരക്കുള്ള സമയമാണ്. ഞാൻ ഗോൾവേ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ളത് ഫസ്റ്റ് എനിക്കറിയില്ല. കാരണം നല്ല സണ്ണി ഡേ ആണെങ്കിലും ഭയങ്കര വിൻഡിയാണ് ഇവിടെ. നല്ല വെയിലുണ്ട്. സോ ഹിയർസ് മീ. എൻ്റെ ഫുഡും എൻ്റെ ഡ്രിങ്കും. ഞാൻ ജോബ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡേ 2ലാണ് കേട്ടോ. എൻ്റെ പാക്കിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി ബെഡ്ഷീറ്റ്, പില്ലോ കേസ്, ഞാൻ പുതയ്ക്കുന്ന ഡ്യൂവേ, ഇതൊക്കെ ഉള്ളൂ. ഡ്രസ്സ് സെയിം തന്നെയാണ്. ബാക്കി എല്ലായിടത്തും വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് ഇന്നും 5 o'clockലാണ് ജോലിക്ക് പോകേണ്ടത്. നമുക്ക് മറ്റേ വീടിൻ്റെ കീ കിട്ടുന്നത് 4-നാണ്. 4-ന് കീ കിട്ടിയിട്ട് ഒരു 1 hourൽ എന്തായാലും ഒരിക്കലും ഷിഫ്റ്റ് ചെയ്ത് തീർത്തിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ വീടിൻ്റെ കീ ആണെങ്കിൽ 12, അതായത് ഇന്ന് മിഡ്നൈറ്റിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. അത്ര നേരം അവർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും ഷിഫ്റ്റ് ഉണ്ട്. എനിക്ക് മാത്രം 5 to close. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഇവിടെ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരം ഒരു 7:30 ആവും. അപ്പം അതൊരു ടൈം എടുക്കും. എനിക്കാണെങ്കിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മിക്കതും 5 to close എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 12 പാസ് ചെയ്തായിരുന്നു. കറക്റ്റ് 12-നാണ് ഞാൻ ക്ലോക്ക് ഔട്ട് ചെയ്തത്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഫ്രൈഡേ ആയിട്ട് വലിയ ബിസി ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 12-ന് ക്ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് മിക്കതും 12 വരെ ജോബ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി വെക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നെന്തായാലും നല്ല ഓട്ടമായിരിക്കും. ഞാനിപ്പോൾ താഴെപ്പോയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടെ. അവർ ക്ലീനിങ്ങിന് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം കുറേ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഷൂ ഒക്കെ വെക്കുന്നൊരു ചെറിയൊരു സ്റ്റോർ ഏരിയ ഉണ്ട്. അത് ക്ലിയർ ചെയ്യണം. വേറെ അങ്ങനെ കൂടുതൽ ക്ലീനിങ്ങും പരിപാടിയും താഴെ ഇല്ല. ഓൾമോസ്റ്റ് ടണ്ണാണ്. കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മളിനി കുക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. എന്നാലും വിശക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ മൂവിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 1100 euro പെട്ടെന്ന് തന്നെ ചിലവുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര ഫീസിബിൾ അല്ല. അറിയില്ല, ചിലപ്പോൾ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കുമായിരിക്കും. ഓക്കെ, ഞാൻ താഴെ ചെന്ന് വലിയ കാര്യമായിട്ട് കബോർഡ് ക്ലീൻ ചെയ്യാം കേട്ടോ. മുളക് പൊടിയൊക്കെ ഇരിക്കുന്ന കബോർഡാണ്. മൂക്ക് പോയി എൻ്റെ. താങ്ക്സ്. ഞങ്ങൾ ഹണി ഇട്ടിട്ടാ ഇത് കഴിക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി. കിച്ചൺ ഫുള്ള് ക്ലീനാക്കി. ഇനി കാണുന്ന സാധനങ്ങൾ നമ്മളൊക്കെ അവിടെ എത്തിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബൈ പറയാൻ പോവാണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ബാഗാണ് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ പുതിയ വീട്ടിൽ പോകാൻ പോവാം. ഓക്കെ. എന്നെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന ആളാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അതാണ് ഞങ്ങളുടെ പുതിയ വീട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് ഗൈസ് പുതിയ വീട്. ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഒക്കെ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം. ആൻഡ് ആ കാണുന്നതാണ് ന്യൂ റൂം. ഞാൻ ലീവ് എടുത്തിട്ടോ. എനിക്ക് സമയം കിട്ടിയില്ല ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട്. ഞാൻ എൻ്റെ ഒരു തങ്കക്കുടം പോലത്തെ മാനേജറാണ്. ഇപ്പോൾ പുള്ളിക്കാരി ഡച്ചാണ് കേട്ടോ. പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ മൂവ് ചെയ്യണം, പക്ഷേ കീ കിട്ടിയില്ല, വേറെ നിവർത്തിയില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല,
പിന്നെ ഏതെങ്കിലും ദിവസം വരാൻ പറ്റുകയാണെങ്കിൽ വായോ, നാളത്തെ ഷിഫ്റ്റ് എന്തായാലും കയറിയാൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല വിൻഡി ആയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് ഞാൻ കരുതി ഈ വീഡിയോയ്ക്കും. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോറാണ്, ഡൺ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ പട്ടിണി അടയ്ക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് വീട് പോയി കണ്ടിട്ട് സ്റ്റോറിലോട്ടേക്ക് ഓടുന്ന വഴിയാണ് ചിക്കൻ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. സ്റ്റോർ ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ പോയത്. ഇത്ര സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പൊക്കാൻ പറ്റില്ല കേട്ടോ, നല്ല കനമുണ്ടതിന്. എന്തായാലും കഴിഞ്ഞു, കഴിക്കാൻ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഭയങ്കര മോഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേണം. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ്. സാധനം കിട്ടി എന്തായാലും മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഓരോരോ പരാക്രമങ്ങൾ. അപ്പോൾ എന്തായാലും ഐ എം ഗോണ കൺക്ലൂഡ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് അക്കോമഡേഷൻ ക്രൈസിസ് എന്നുള്ളത് പറഞ്ഞിട്ടായിരിക്കും കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പുതിയ വീട്ടിലെത്തി. ഇനി ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അയർലാൻഡിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ ക്രൈസിസ് ആണ്. ഞാനിപ്പോൾ തന്നെ മാറിയിരിക്കുന്നതിൻ്റെ 5ാമത്തെ വീട്ടിലോട്ടേക്കാണ്. കാരണം കഴിഞ്ഞ വീട് നമുക്ക് കിട്ടിയത് 3 മാസത്തേക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ 3 മന്ത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ എഗ്രിമെൻറ്റ്. 3 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് പുതിയ വീട്ടിലോട്ടേക്ക് വന്നത്. ഭാഗ്യത്തിന് ഈ വീട് ജാനുവരി വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് മുന്നേ ആണെങ്കിൽ ഞാൻ 1 മാസത്തേക്ക് ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലും പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ പൊതുവെ ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റെൻറ്റും ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ 700 പേ ചെയ്തിട്ടാണ് നിന്നത്. അതിനുശേഷം 550. അങ്ങനെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 500-550 റേഞ്ചിലാണ് ഏറ്റവും കുറഞ്ഞ റെൻ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം ബൈ ഫ്രം അജു.